ഹായ് കൂട്ടുകാരെ, എന്തല്ല ഒരുപാട് നാളല്ലേ കണ്ടിട്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രീ അനലിറ്റിക്കൽ ഗൈഡ് ഫോർ ABG അനാലിസിസ്. അഥവാ നമ്മുടെ ABG അനാലിസിസിന് മുമ്പ് നമ്മൾ കുറച്ച് സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ സ്റ്റെപ്പിന്റെ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എളുപ്പപ്പണിക്കോ ചെയ്യുന്നതൊക്കെ മിസ്റ്റേക്കുകൾ ഈ ഒരു ABG അനാലിസിസിന്റെ റിസൾട്ടിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റായൊരു റിസൾട്ട് നമുക്ക് തരികയും നമ്മൾ തെറ്റായൊരു ട്രീറ്റ്മെന്റ് നൽകുകയും പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കണക്കുകൾ പ്രകാരം തെറ്റായിട്ടുള്ള ABG അനാലിസിസ് വാല്യൂസ് കിട്ടാനുള്ളതിന്റെ 70% കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു പ്രീ അനാലിസിസ് ഫേസിലാണ്. ഈ തെറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ തെറ്റുകൾ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ തെറ്റുകൾ വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെ ഈ തെറ്റുകളെ മിനിമൈസ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 4 കാരണങ്ങളാണ് ഈ ഒരു വാല്യൂസിൽ ചേഞ്ചസ് വരുത്തുന്നത്: ഹീമോലൈസിസ്, ക്ലോട്ടിംഗ്, എയർ ബബിൾ ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് ദി സാമ്പിൾ. ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നോക്കാം. ഈ തെറ്റുകൾ സംഭവിക്കുന്നത് 4 ഫേസസിലാണ്: ബിഫോർ കളക്ഷൻ, ഡ്യൂറിംഗ് കളക്ഷൻ, ആഫ്റ്റർ കളക്ഷൻ ആൻഡ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ. ഫസ്റ്റ് വൺ, ഹീമോലൈസിസ്. ഹീമോലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റപ്ചർ ഓഫ് RBCs. നമ്മൾ ഈ ഒരു കളക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കാരണം RBCs റപ്ചർ ആകുകയും ഈ ഒരു RBCs റപ്ചർ ആകുമ്പോഴേ ഇതിന്റെ ഉള്ളിലുള്ള പൊട്ടാസ്യം ബ്ലഡിലേക്ക്, നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡിലേക്ക് കലരുകയും അങ്ങനെ ഈ ഒരു പൊട്ടാസ്യത്തിന്റെ ലെവല് വേരി ചെയ്യുകയും ചെയ്യും. നമ്മൾ ഒരു നോർമൽ പൊട്ടാസ്യം ലെവലുള്ള ഒരു പേഷ്യന്റ് ABG സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ അനാലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പർ കലീമിയ, അതായത് പൊട്ടാസ്യത്തിന്റെ ലെവല് കൂടുതലായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഹൈപ്പോ കലീമിയ ഉള്ള പേഷ്യൻസിൽ നമുക്ക് നോർമൽ പൊട്ടാസ്യം ലെവൽ കിട്ടും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഹൈപ്പർ കലീമിയ ആയിക്കോട്ടെ ഹൈപ്പോ കലീമിയ ആയിക്കോട്ടെ കാർഡിയാക് അറസ്റ്റിനുള്ള റിവേഴ്സിബിൾ കോസസ് ആണ്. നമ്മൾ ഇപ്പോഴും ഹൈപ്പോ കലീമിയ ഉള്ള പേഷ്യൻസിൽ നോർമൽ വാല്യൂ കിട്ടിയാൽ നമ്മൾ ആ ഒരു പൊട്ടാസ്യം ലെവലിൽ ട്രീറ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നോർമൽ പേഷ്യന്റിന് ഹൈപ്പർ കലീമിയ കിട്ടിയാൽ നമ്മൾ നോർമൽ പേഷ്യന്റിനെ ഹൈപ്പർ കലീമിയക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യുകയും ഹൈപ്പോ കലീമിയ കോസ് ചെയ്യുകയും ചെയ്യും. സോ നമ്മളത് പേഷ്യന്റ് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാണ്. നമ്മൾ ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഹീമോലൈസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? VBG സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടൂണിക്കേറ്റ് കിട്ടും. പ്രൊലോങ്ഡ് ടൂണിക്കേറ്റ് അപ്ലിക്കേഷൻ ഹീമോലൈസിസിന് കാരണമാകുന്നുണ്ട്. നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് വലിച്ച് കളക്ട് ചെയ്യണം. അത് ബ്ലഡ് അങ്ങ് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ബാക്കോട്ട് വലിക്കുമ്പോൾ ഈ ഒരു വലിവിന്റെ ശക്തി കാരണവും ഹീമോലൈസിസ് നടക്കുന്നുണ്ട്. ആസ് എവരിവൺ നോ, ABG സാമ്പിൾ അല്ലെങ്കിൽ VBG സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹെപ്പാരിൻ ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മൾ ഹെപ്പാരിൻ ഇല്ലാത്ത സിറിഞ്ച് വെച്ചാണ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ലിക്വിഡ് ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഹെപ്പാരിനൈസ്ഡ് ആയിട്ടുള്ള ഡ്രൈ ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടുള്ള സിറിഞ്ചസ് അവൈലബിൾ ആണ്. ഇത് വെച്ചായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാക്കുക. സോ നമ്മൾ ഈ ഒരു ഹെപ്പാരിനായിട്ട് ഈ ഒരു സാമ്പിൾ മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വിഗ്രസ് ആയിട്ട് ഷെയ്ക്ക് ചെയ്യും. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്തും ഹീമോലൈസിസ് സംഭവിക്കും. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 minutes കൂടാതിരിക്കുക. ഇപ്പോഴേ 2 minutes ആയിട്ടും കിട്ടുന്നില്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് കളക്ട് ചെയ്യുക. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഈവൺ ആയിട്ടുള്ള ഫോഴ്സ് വെച്ചിട്ട് വലിക്കാനേ പാടില്ല, ജസ്റ്റ് പുള്ള് ചെയ്യുക. നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്പീഡിൽ ഈ RBCs റപ്ചർ ആകും. ഷെയ്ക്ക് ചെയ്യുന്ന ഒഴിവാക്കുക, മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോഴൊരു ABG സിറിഞ്ച് ആണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുക. അതായത് ഒരു 1 second 2 times എന്ന രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ക്ലോട്ടിങ്. ക്ലോട്ടിങ് എന്താന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബ്ലഡ് ക്ലോട്ട് ആകുക. നമ്മളിപ്പോഴ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുത്തി അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തിയിട്ടൊക്കെ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ മെല്ലനെ വരും. ഒരുപാട് ടൈം എടുത്തിട്ട് സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ക്ലോട്ട് ആകും. ഓക്കെ, ഈവൻ ഹെപ്പാരിൻ ഉണ്ടെങ്കിലും ക്ലോട്ട് ആകും. ഒരുപാട് പ്രൊലോങ് ടൈം ആകുമ്പോൾ ക്ലോട്ട് ആകും. പിന്നെ നമ്മൾ മിക്സ് ചെയ്തില്ലെങ്കിൽ ക്ലോട്ട് ആകും. അല്ലെങ്കിൽ ഈവൻ മിക്സ് ചെയ്താലും ഡിപ്പാർട്ട്മെന്റിൽ ABG കളക്ട് ചെയ്തു എന്നിട്ട് അങ്ങ് എവിടെയോ ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് സാമ്പിൾ ചെയ്യുമ്പോൾ സാമ്പിൾ ക്ലോട്ട് ആകും. ഇത് വെച്ചിട്ട് സാമ്പിൾ ചെയ്യാൻ പറ്റത്തില്ല, അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ എന്തായിരുന്നു പ്രിവെന്റ് ചെയ്യാൻ ചെയ്യുക? പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുക. അത് സാമ്പിൾ കളക്ട് ചെയ്ത സമയത്ത് തന്നെ മിക്സ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യണം. ഗോസ് വെച്ച് പ്രഷർ അപ്ലൈ ചെയ്ത് ബ്ലഡ് വരുന്ന പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റേ കൈ കൊണ്ട് ഇത് ഈ ഒരു സിറിഞ്ച് ക്ലോസ് ചെയ്തിട്ട് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ദൂരത്താണ് ഈ ഒരു ABG അനലൈസിങ് മെഷീൻ ഉള്ളത്, അല്ലെങ്കിൽ ലാബിലൊന്നും ആയിരിക്കും ചെയ്യുന്നുണ്ടാവും ചില ഹോസ്പിറ്റലിൽ. അങ്ങനെയാണെങ്കിൽ ഐസ് പാക്കിൽ വെച്ചിട്ട് വേണം കൊടുത്തുവിടാൻ. അതായത് 20 minutes കൂടുതലാകുവാണെങ്കിൽ ഐസ് പാക്കിന് മുകളിൽ വെച്ചിട്ട് വേണം ഈ ഒരു സാമ്പിൾ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും അത് റെഫ്രിജറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ പോയി വെച്ചിട്ട് ഫ്രീസ് ചെയ്യരുത്. ഓക്കെ, സാമ്പിള് ഇനി ഇപ്പോഴ്
പ്രീ ഹെപ്പാരിനൈസ്ഡ് സിറിഞ്ച് അല്ലെങ്കിൽ ലിക്വിഡ് ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു ഫാക്ടർ ഇതിൽ പ്ലേ ചെയ്യുന്നത് നമ്മുടെ എമൗണ്ട് ഓഫ് ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ABG സിറിഞ്ച് വെച്ച് ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് 2 ml തന്നെ ബ്ലഡ് കളക്ട് ചെയ്യണം. ഒരുപാട് കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു കുറച്ചുള്ള ബ്ലഡിനെ ക്ലോട്ടിങ്ങിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെപ്പാരിൻ അവിടെ അവൈലബിൾ ആയിരിക്കും, പക്ഷെ എക്സസ് ഹെപ്പാരിൻ ഉണ്ടാവും. ഈ ഒരു ഹെപ്പാരിൻ ഈ ഒരു ABG വാല്യൂസിൽ ചേഞ്ചസ് വരുത്തും. ഇനിയിപ്പോഴും കൂടുതൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഹെപ്പാരിൻ അവിടെ ഉണ്ടാകും. ബാക്കി വരുന്ന എക്സസ് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാതിരിക്കാൻ മാത്രം ശക്തിയുള്ള ഹെപ്പാരിൻ അവിടെ ഉണ്ടാവത്തില്ല. അതായത് എക്സസ് ബ്ലഡ് ഉണ്ടാവും, ഷോർട്ട് ആയ ഹെപ്പാരിൻ. അങ്ങനെയുള്ള സ്റ്റേറ്റിൽ ക്ലോട്ട് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് എയർ ബബിൾസ്. നമ്മൾ ABG മിക്കവാറും ചെയ്യുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള പേഷ്യൻസിലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവിടെ PO2 PCO2 ഒക്കെ വാല്യൂസ് ആവശ്യമായിട്ട് വരുന്നതാണ് കേസസ് ആണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മൾ ABG ചെയ്യാൻ വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ആ സാമ്പിളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാല്യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ABG അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എയർ ബബിൾസ് കാരണം PO2ന്റെയും PCO2ന്റെയും വാല്യൂസ് ചേഞ്ചസ് വരും. അതായത് PO2 കൂടുകയും PCO2 കുറയുകയും ചെയ്യും. റെസ്പിറേറ്ററി അസിഡോസിസ് ഒക്കെ ആൽക്കലോസിസ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു എയർ ബബിൾസ് കളയാൻ പറ്റുന്നത്? ജസ്റ്റ് ജെന്റിലായിട്ട് ടാപ്പ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ തട്ടിക്കൊണ്ടെന്ന് ഭയങ്കര വിഗ്രസ് ടാപ്പ് ചെയ്യാൻ പാടില്ല, കാരണം അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും എയർ ബബിൾസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്ലോലി ടാപ്പ് ചെയ്യുക, എയർ ബബിൾസ് ഒഴിവാക്കുക. അടുത്താണ് കണ്ടാമിനേഷൻ ഓഫ് ദി സാമ്പിൾ. നമ്മൾ ഈ ഒരു ABG സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോൾ സ്വാബ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റെർലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യും. ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് പോയിട്ട് കുത്തും. അങ്ങനെ കുത്തുന്ന സമയത്ത് ഈ ബ്ലഡും ഈ ഒരു സൊല്യൂഷനായിട്ട് മിക്സ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്, വാല്യൂസിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹെപ്പാരിന്റെ അളവ് ഇതിലൊരു ഫിക്സ്ഡ് ആയിരിക്കും. ഈ ഒരു ABG സിറിഞ്ചസിൽ ഡ്രൈ ഹെപ്പാരിൻ ആണെങ്കിൽ അതിൽ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിൽ കുറവ് എടുക്കുകയാണ് ഈ ഒരു സാമ്പിൾ എങ്കിൽ, അതായത് 2 ml കുറവാണ് സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ഹെപ്പാരിൻ എക്സസ് ആയിരിക്കും. ഹെപ്പാരിൻ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാൽസ്യമായിട്ട് ഇത് റിയാക്ട് ചെയ്യും. കാൽസ്യത്തിനോട് ഭയങ്കര അഫിനിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ കാൽസ്യത്തിന്റെ വാല്യൂസിൽ ചേഞ്ചസ് വരും ABGയിൽ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ലാബലിംഗ് ആണ്. നമ്മൾ ഈ ഒരു സാമ്പിളൊക്കെ കളക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ലാബിൽ ചെയ്തിട്ട് വേണം, അതായത് ആ ഒരു പേഷ്യന്റ് തന്നെ സാമ്പിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ABG ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ മറ്റൊരു പേഷ്യന്റ് ലാബിൽ ഈ ഒരു ABG ചെയ്ത് ഇപ്പോഴത്തെ പേഷ്യന്റ് റിസൾട്ട് ആ പേഷ്യന്റിന് കിട്ടും. ഓക്കെ, ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.